ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അമേരിക്കൻ നയതന്ത്രജ്ഞനെ വിളിച്ചുവരുത്തി ഇന്ത്യ. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായ ശേഷം ആദ്യമായാണ് അമേരിക്കൻ നയതന്ത്രജ്ഞനെ ഇന്ത്യ വിളിച്ചുവരുത്തുന്നത്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്, പ്രവിത. ഈ ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന പലാവു പതാകയുള്ള വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് ഇന്ത്യ US നയതന്ത്രജ്ഞനെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ ഈ കപ്പലിലുണ്ടായിരുന്ന 28 ജീവനക്കാരാണ്. അതിൽ 24 പേരും ഇന്ത്യക്കാരായിരുന്നു. ഇതിൽ 3 പേരെ കാണാതായിട്ടുണ്ട്. മറ്റ് 21 പേരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ US നയതന്ത്രജ്ഞനെ ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തിയിരിക്കുന്നത്. തുടർന്ന് ഇക്കാര്യത്തിലുള്ള കടുത്ത അതൃപ്തിയും US-നെ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. US അംബാസഡർ സർജോ ഗോൾ കസാക്കിസ്ഥാൻ പര്യടനത്തിലാണ്. അതുകൊണ്ട് തന്നെ US ചാർജ് ഡി അഫയേഴ്സ് ജെയ്സൺ മിക്സിനെയാണ് ഇന്ത്യ വിളിച്ചു വരുത്തി അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. ഏറെക്കാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ US നയതന്ത്രജ്ഞനെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി അതൃപ്തി അറിയിക്കുന്നത്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ് ആയതു മുതൽ ഇന്ത്യയുമായി അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മികച്ച ബന്ധമാണ് അദ്ദേഹത്തിനുള്ളത്. കൂടാതെ ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ചർച്ചകളും നടന്നു വരുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ശക്തമായ ഭാഷയിലാണ് വിദേശകാര്യ മന്ത്രാലയം ഈ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നയതന്ത്ര ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും പ്രസ്താവനയിൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഉന്മേഷ്, പ്രവിത. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.